എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും പശ്ചിമഘട്ടത്തിലെ ശിവപുരം ഗ്രാമത്തിലെ ശിവപുരം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാന വിശേഷ പൂജയുള്ള ദിവസം, ഉത്തരദിന പ്രതിഷ്ഠ വാർഷിക പൂജയാണ്. ഇന്ന് ആ പൂജ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് പ്രധാന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് ഒരേ പീഠത്തിൽ 3 പ്രതിഷ്ഠ. നടുക്കിരിക്കുന്നത് ശാസ്താവ്, ഇടതിരിക്കുന്നത് ഗണപതി, വലത്തേ അറ്റത്തിരിക്കുന്നത് തമ്പുരാൻ. ഇത് ഉപദേവനായിട്ടിരിക്കുന്നത് ശിവനാണ്. ശിവന്റെ മുമ്പിൽ നന്ദി വാഹനമായിട്ടുണ്ട്. ായിട്ടിരിക്കുന്നത് പാർവതി. ഇവിടെ മൂകാംബികയായിട്ടാണ് ഇവർ സങ്കല്പിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിടപ്പള്ളി നാഗകന്യക, ആചാര്യനായ ബ്രഹ്മരക്ഷസ്. ഇത് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്ന കുടുംബക്കാരുടെ പൂർവികനായ ഒരു യോഗീശ്വരനാണ്. കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന യക്ഷിയമ്മ. ഇതാണ് കാഞ്ഞിരം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കാഞ്ഞിരം എന്നാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പോൾ വൈകിപ്പോയി. ഇവിടെ പൊങ്കാല ആരംഭിക്കുന്നതിന് മുമ്പേ വരേണ്ടതായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. പൊങ്കാലയെല്ലാം അടുപ്പിലിരിക്കുന്നു. ഇനി നിവേദ്യം മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഒരിക്കൽ കൂടെ പറയാം. ഈ ശ്രീകോവിലിനകത്ത് ഒരേ പീഠത്തിൽ 3 വിഗ്രഹങ്ങൾ. ശാസ്താവ്, ഇടതുവശത്തെ ഗണപതി, വലതുവശത്തെ തമ്പുരാൻ. ശിവന് ഇവിടെ വൃത്താകൃതിയിലുള്ള പീഠത്തിൽ മലയാളത്തിലെ റ എന്ന അക്ഷരം ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മധ്യമ ലിംഗമാണ് ഇത്. ലക്ഷണശാസ്ത്രത്തിൽ മധ്യമലിംഗമാണ്. ഈ ക്ഷേത്രം ബാലംപിള്ള എന്ന് പറയുന്ന മനുഷ്യനാണ് പണി കഴിപ്പിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം മൺമറഞ്ഞു പോയി. ശിവപുരം ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.